കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓർമ്മകളിലേക്ക് സാർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സാറിൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്? കേരളം പോലൊരു സ്റ്റേറ്റിൽ കേരളത്തിൽ നിന്ന് വന്ന ആളെന്നുള്ള നിലയിൽ സമീപനം, വ്യക്തികളുടെ സമീപനം, ഗവൺമെൻറ്റിൻ്റെ സമീപനം, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം, ഇതിൽ മാറ്റം വരികയാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾക്ക് കേരളത്തിൽ അവസരമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. തൊഴിലാളി യൂണിയൻ്റെ വളർത്തിക്കൊണ്ട് വരേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരർത്ഥത്തിൽ സമീപനത്തിൽ ഏതാണ്ട് ഒരേ സമീപന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തു പറയാൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വസംഹിത അതിര് വരെ, പ്രത്യേകിച്ച് ആലപ്പുഴ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള പ്രധാന പട്ടണമായ ആലപ്പുഴ, ഞാൻ ചെറുപ്പമായിരുന്ന 47 അന്നത്തെ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രശസ്തമായിരുന്ന ഒരു വ്യവസായപരമായി ഏറ്റവും മുന്നിലുണ്ടായി. കയർ വ്യവസായ രംഗത്തെ, കയർ എക്സ്പോർട്ട് രംഗത്തൊക്കെ ആ ഒറ്റ ടൗണിനെ എടുത്ത് പുറകോട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം ടൗണിനെ, ആലപ്പുഴ നഗരത്തെ വളരെ അധോഗതിയിലേക്കാക്കി. ആലപ്പുഴ തിരുവിതാംകൂറിലെ ഒരു രീതിയിലും വളരെ പിന്തള്ളപ്പെട്ട പട്ടണങ്ങൾ ആലപ്പുഴ മാറിക്കഴിഞ്ഞു. ഈ ബേസിക് പ്രശ്നം കേരളത്തിൻ്റെ മൊത്തം വളർച്ചയിലും ബാധിച്ചു. ഒരു വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു തുറന്ന സമീപനം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ വ്യവസായത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു നാടും ഒരു സംസ്ഥാനവും ഒക്കെ നന്നാവുമെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കേരളത്തിലെ MLA-മാരെ എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭാഗത്തുള്ളവരെ, ഒരു 3 മാസത്തേക്ക് ചൈനയിലേക്ക് അയച്ച് ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടന പണം സ്വരൂപിച്ച് ഇവരെ ഒരു 3 മാസത്തേക്ക് അയച്ചിരുന്നെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ ഒട്ടേറെ മാറ്റം വന്നു. കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെക്കാളും ഉൽപാദന പ്രക്രിയയിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിച്ച രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും. അപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ ചിന്തിക്കുന്ന ആളുകളും എന്താണ് അവിടെ നടക്കുന്നതെന്നും എന്തുകൊണ്ട് നമുക്കതുപോലെ ആയിക്കൂടാമെന്നൊന്ന് പഠിക്കാൻ അവർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. സാർ ഇവിടെ വന്ന സമയത്ത് കേരള സമാജം എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു, ആദ്യകാല പ്രസിഡൻ്റാണ്. അതിൻ്റെ സംഘടനയ്ക്ക് വളർച്ചയ്ക്ക് കാര്യമായ സംഭാവന സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മറ്റ് സാംസ്കാരിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ മലയാളികൾക്ക് വേണ്ട എല്ലാവിധ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും സാറ് ഈ രംഗത്ത് ഒരു വ്യവസായ സംരംഭകനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച, പിതാവിൽ നിന്ന് കണ്ടുപഠിച്ച ഒരു കാര്യം സാർ ഇവിടെ യൂട്ടിലൈസ് ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് 77-78 കാലഘട്ടങ്ങളിൽ 77-78 2 വർഷം കേരള സമാജത്തിൻ്റെ പ്രസിഡൻ്റായി. അന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, ഗ്രൂപ്പ് വഴക്കുകൾ കൊണ്ട് കേരള സമാജം ഏറ്റവും ശക്തി മെമ്പർഷിപ്പിലും മറ്റു കാര്യങ്ങളിലും ക്ഷയിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു. ഈ 77-78 വ്യക്തിപരമായ ആളുകളെ സമീപിച്ചും മറ്റു ഇതിലും കേരള സമാജത്തെ അധോഗതിയിൽ നിന്ന് വളരെ പ്രശസ്തമായി നടക്കുന്ന ഒരു സംഘടന എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആ 2 കൊല്ലം എനിക്ക് സാധിച്ചു. പ്രധാനമായും ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിനപ്പുറം ഒട്ടേറെ ആളുകളുടെ സഹകരണം എനിക്ക് നേടാൻ ആവശ്യത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടി സഹകരണം കൊണ്ടാവാൻ ആ 2 കൊല്ലം കൊണ്ട് വളരെ പ്രശസ്തമായ രീതിയിലേക്ക് കേരള സമാജത്തെ കൊണ്ടുവരാൻ ഒരു കൂട്ടായ്മയും കൂടെ അന്ന് കേരള സമാജത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കൈരളി നികേതൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, അതിൽ 15 വർഷം ഞാൻ ട്രസ്റ്റി ആയിട്ടിരുന്നിട്ടുണ്ട്. 3 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ കാലയളവിൽ ഒരു സ്കൂളിൽ നിന്ന് 6-7 സ്കൂളുകളും കോളേജ് വരെയുള്ള ലെവലിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലേക്ക് KNE ട്രസ്റ്റിനെ വളർത്തിക്കൊണ്ടുവരാനും ആ കാലഘട്ടങ്ങളിൽ സാധിച്ചു. മറ്റ് സംഘടനകളിൽ പിന്നെ ഞാൻ കൂടുതൽ സമയം ചെലവാക്കിയ വേറൊരു പ്രധാന സംഘടന ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ. ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യകാലം തൊട്ടുള്ള പ്രവർത്തകനായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അസോസിയേഷൻ ക്ലബ്ബായി ട്രാൻസിറ്റ് ചെയ്യുന്ന ആ പീരീഡിൽ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ബാംഗ്ലൂരിലെ മലയാളി സംഘടനകളിൽ
ഏറ്റവും പ്രശസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറൽ സംഘടനയും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ക്ലബ്ബുമാണ് ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ. ഒരു ബിസിനസ്സുകാരനിൽ കാണുന്ന ടെൻഷനോ ഒന്നും സാറിൻ്റെ ഫേസിൽ കാണും. വളരെ പുഞ്ചിരിയോടെ സാർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഞാൻ ജീവിതത്തിൽ ഒരതിൽ കൂടുതൽ ഓവർ അംബീഷ്യസ് ആയിട്ടില്ല. ഒരവസരത്തിൽ ചെയ്ത തൊഴിലുകൾ ചെയ്യാൻ ശ്രമിക്കുക, അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് ബന്ധപ്പെടാനും കുറേ അവസരം അതിലേക്ക് ചെലവഴിക്കാനും അതിലല്പം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അതാണ് ഇതിൻ്റെ രഹസ്യം. മുഖത്ത് കാണുന്ന ആ പ്രസന്നതയുടെ ഒരുപക്ഷെ അതായിരിക്കും. ആയിരിക്കാം. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ച്? വൈഫ് വത്സ, 4 മക്കളാണ് എനിക്കുള്ളത്. ഒരു സാറിൻ്റെ അടുത്ത് ചോദിക്കുക, ഒരു കുടുംബത്തിൻ്റെ ഐക്യം, ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളമാണ് സാറിൻ്റെ വ്യവസായ രംഗത്ത് മാഡത്തിൻ്റെ എല്ലാം സപ്പോർട്ട് സാറിന് കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും സമാധാനപരമായൊരു മക്കളെ പറ്റി ഒരവസരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരവസരം ഉണ്ടായിട്ടില്ല. വളരെ നന്ദി സാർ, വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ശ്രീ CJ കുഞ്ചറിയ സാറുമായുള്ള അഭിമുഖത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും നമുക്ക് പഠിക്കാനുള്ള ഒട്ടനവധി മെസ്സേജുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി അത് പകർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനാവാൻ കഴിയും. അതിലുപരി ഒരു നല്ലൊരു വ്യവസായ സംരംഭകനാവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ്. ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് എല്ലാം ഞാൻ ശ്രവിക്കുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മറുനാടൻ മലയാളികളുടെ കഷ്ടപ്പാടിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു കാര്യം. നമുക്കതിനുള്ള സാഹചര്യം രാഷ്ട്രീയമായും മറ്റുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലും വരും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു നാടിനു വേണ്ടി, ഒരു ആത്മാർത്ഥമായി നമുക്ക് പണിയെടുക്കാം, ഒരു വികസനത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കാം. എല്ലാവിധ നന്മകളും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231